എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പിവിടെ ചർച്ചാ വിഷയമായതാണ്. സാമുദായിക രംഗത്ത്, സാമൂഹിക രംഗത്ത് ഒക്കെ അത് ചർച്ചാ വിഷയമായിരുന്നു. പ്രവാചക തിരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട്. പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ. അങ്ങനെ ഒരു ശൃംഖല, സനദ് എന്നാണ് അതിന് അറബിയിൽ പറയാം. നിവേദക ശൃംഖല, ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈപ്പറ്റി, അയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു, അയാളിൽ നിന്ന് അടുത്തയാൾക്ക്, ഇതാണ് നിവേദക ശൃംഖല. അങ്ങനെ ഒന്ന് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് കൊണ്ടുവന്നത് അബൂദാബിയിലുള്ള ഒരു ഖസ്റജി കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നാണ്. ഈ ഖസ്റജിയുടെ കയ്യിലാകട്ടെ ആയിരക്കണക്കിന് കേശം നിലവിലുള്ളതായി അന്ന് ആളുകൾ കണ്ടിട്ടുണ്ട്. കേരളീയരും അല്ലാത്തവരുമായ ആളുകൾ അയാളെ സന്ദർശിക്കുകയും അയാളുടെ വ്യാജപ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മുടി അവതരണത്തിൽ അവർ ദ്രഷ്ടാക്കളായി പങ്കെടുക്കുന്ന ആളുകൾക്ക് മുടി മുക്കിയ വെള്ളം എന്ന പേരിൽ ഒരു പവിത്ര ജലമെന്ന വ്യാജ വിലാസത്തിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇവിടെ തൻ്റെ ആസ്ഥാനത്ത് കാരന്തൂരിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് തനിക്ക് പ്രവാചക കേശം ലഭിച്ചിട്ടുണ്ട് എന്ന വ്യാജവാദവുമായി വരുന്നത്. വ്യാജം പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് എ.പി. അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇപ്പോൾ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. 94 വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയുക അദ്ദേഹത്തിന്. മനുഷ്യന് വയസ്സാകുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ ഈ വ്യാജം പറയുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും, വിശിഷ്യ മുസ്ലിമീങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇന്നലെ 1 മീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ടില്ല, 1 സെൻറ്റിമീറ്റർ അതോ 1/2 സെൻറ്റിമീറ്ററോ ഇത്ര വളർന്നു എന്നാണ് കേട്ടത്. അത് അദ്ദേഹം ഈ പുനഃപ്രസ്താവന നടത്താൻ തീരുമാനിച്ച സമ്മേളനത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുമ്പോൾ തന്നെ പറയപ്പെടുന്ന മേൽവിലാസങ്ങളിലും വ്യാജമായി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ് പരിചയപ്പെടുത്തപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വ്യാജമാണ് എന്ന് നമ്മൾ ആ കാലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യാജകേശത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ വ്യാജ പ്രസ്താവങ്ങളുടെ കൂടെയും നമ്മൾ സഹസഞ്ചാരം നടത്താറുണ്ട്. കാരണം സത്യവിശ്വാസികൾ വിശിഷ്യ, ബഹുജനങ്ങൾ പൊതുവെ കബളിപ്പിക്കപ്പെടരുത് എന്ന ഒരു സതുദ്ദേശ്യം മാത്രമാണ് അതിലുള്ളത്. എ.പി. അബൂബക്കർ മുസ്ലിയാരുമായി നമുക്ക് വ്യക്തിപരമായി അകൽച്ചയോ വിദ്വേഷമോ സ്പർദ്ധയോ ഒന്നുമില്ല. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ മേൽവിലാസത്തിൽ, ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളുമായി, ഇസ്ലാമിൻ്റെ സാഹചര്യങ്ങളുമായി, സന്ദർഭങ്ങളുമായി ഒക്കെ വന്നിട്ട് ഈ മുസ്ലിമീങ്ങളുടെ, വിശ്വാസികളുടെ വിശ്വാസം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ മുടി നീണ്ടു എന്ന് പറയുന്ന പ്രസ്താവം ഈ നിലവിലുള്ള അഥവാ നീളുക എന്ന പ്രക്രിയയ്ക്ക് വിധേയമായ മുടിയുടെ ആധികാരികത സ്ഥിരീകൃതമായ ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഈ വ്യാജ ഗ്രാൻഡ് മുഫ്തി ആയി അറിയപ്പെടുന്ന അദ്ദേഹം ഈ വ്യാജ കേശവുമായി രംഗത്ത് വന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 1/2 സെൻറ്റിമീറ്റർ നീളം കൂടി എന്നുള്ള പ്രസ്താവത്തിന് മറുപടിയെ അർഹിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇതിൻ്റെ സനതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഒരു ആധികാരികത അവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും അന്ന് ഇത് വലിയ ചർച്ചയായ ഘട്ടത്തിൽ അവരുടെ സംഘടന എടുത്തിരുന്നൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എഴുത്തോ പ്രസ്താവനകളോ പ്രസംഗങ്ങളോ ഒന്നും പാടില്ലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് അവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവ് വീണ്ടും അതൊരു പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതൊരു ഉദ്ദേശം അതിന് പിന്നിലുണ്ടാക്കി. ദുരുദ്ദേശം, അദ്ദേഹത്തിൻ്റെ വ്യാജ പ്രകടനങ്ങൾക്കും വ്യാജ നാടകങ്ങൾക്കൊക്കെ പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടാകാറുണ്ട്.
ഈ മുടി സൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ വാൾ പോസ്റ്ററുകളും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ബഹുജനങ്ങൾ വരെ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ആ കാലത്ത് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ഇതാണ് വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിന് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ അവർ ഈ മുടി എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടെ നിന്നുള്ള ആ ഹദ്രജി കുടുംബത്തിൻ്റെ പക്കൽ നിന്നുള്ള എഴുത്തുകൾ വരെ ഇതിൽ നമ്മൾ പ്രമാണമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മാറ്ററുകൾക്ക് അവർ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ചില വ്യാജ നാടകം അറബിയിലുള്ള മാറ്ററുകൾ വരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അന്ന് ഏതാനും പ്രധാനപ്പെട്ട അനുയായികൾ ഇത് ഏറ്റുപിടിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അവരും പിന്നെ അറിയാതെ ഉള്ളുവലിയുകയാണ് ചെയ്തത്. ബഹളങ്ങളും കൊട്ടിഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തോ ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയായിരിക്കും അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതിൻ്റെ കച്ചവടവൽക്കരണം തന്നെ ആയിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക. റബീഉൽ അവ്വൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റബീഉൽ അവ്വൽ 12 വരുന്നത്. അപ്പോഴേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും. ഫണ്ട് കളക്ഷന് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരിക്കണം ഇത്. തീർച്ചയായും കച്ചവടം ചെയ്താൽ മതിയാവില്ലല്ലോ. കച്ചവടം ഇങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുക, പിന്നെ മില്യണുകൾ സമ്പാദിക്കുക, പിന്നെ കോടികൾ സമ്പാദിക്കുക, അങ്ങനെയാണ് കച്ചവടക്കാരെ മെൻറ്റാലിറ്റി ഉണ്ടാവുക. സ്വാഭാവികമായും ഗ്രാൻഡ് മുഫ്തി എന്ന വ്യാജ പേരുണ്ടെങ്കിലും എ.പി. അബൂബക്കർ മുസ്ലിയാരും ഒരു മനുഷ്യനാണെന്ന നിലയ്ക്ക് ഈ ലാഭേച്ഛ ഒട്ടും കുറയാതെ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിനോടുള്ള ഭ്രമം മനുഷ്യന് എത്ര പ്രായം എത്തിയാലും അവനെ വിട്ടുപോവുകയില്ല, അത് മൂർച്ഛിച്ചു വരികയേ ഉള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇതെന്ന് നമുക്ക് സമാശ്വസിക്കാനേ കഴിയുള്ളൂ. അത് സംസൃഷ്ടമാകുന്നത് തന്നെ ഒരു വ്യാജമായ ചില നാടകങ്ങളിലൂടെ അഭിനയങ്ങളിലൂടെയൊക്കെയാണ്. ഡൽഹിയിൽ പോയി കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തിയിട്ട് അവിടുന്ന് ഗ്രാൻഡ് മുഫ്തി പദം വ്യാജമായി നൽകപ്പെടുകയാണ്. പക്ഷേ ഗ്രാൻഡ് മുഫ്തി എന്ന പേര് അവകാശപ്പെട്ട് കൊണ്ടുവരുന്നൊരു വിഭാഗം വടക്കേ ഇന്ത്യയിലുണ്ട്. അവർക്ക് വേറെ ഗ്രാൻഡ് മുഫ്തി ഉണ്ട്. അവരതിൻ്റെ സമയത്ത് ഗ്രാൻഡ് മുഫ്തിനെ സെലക്ട് ചെയ്ത് അദ്ദേഹം ഇന്ന് ഗ്രാൻഡ് മുഫ്തിയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാലത്ത് അതത് സമയങ്ങളിൽ സമൂഹത്തെ ബോധപ്പെടുത്തിയിട്ടുണ്ട്, ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട് സമയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലൊരു പ്രചാരണം നടക്കുന്നത്, ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് സാദിഖ് അലി തങ്ങളെ മുഷാവറയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി കൊണ്ടുവരണം, അത് അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അങ്ങനെ എന്തെങ്കിലും ചർച്ചയുണ്ടായിരുന്നു? അപ്പോൾ ആളുകൾ പല അഭിപ്രായങ്ങളും പലരും പറയുമല്ലോ. അതിപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊന്നും പറയാൻ കഴിയില്ല. അങ്ങനൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. അത് നേരത്തെ തങ്ങളുടെ പൂർവികന്മാർ മുഷാവറയിലുണ്ടായിരുന്നു. ആ നിലക്ക് ചിലപ്പോൾ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടാവും. ഹൈദർലി ശിഹാബ് തങ്ങൾ, അതിന് മുമ്പ് മറുലി ശിഹാബ് തങ്ങൾ, അതിന് മുമ്പ് പൂക്കോയത്തങ്ങൾ, അവരൊക്കെ മുഷാവറയിലുണ്ടായിരുന്നു. അതിന് സാങ്കേതിക പ്രശ്നമൊന്നുമില്ല. പ്രധാനപ്പെട്ട പ്രസിദ്ധരായ പ്രമുഖരായ സർവാംഗീകൃതരായ സാദാത്തുമാരെ അഥവാ പണ്ഡിത അഹ്ലുബൈത്തിൻ്റെ അഥവാ തങ്ങന്മാർ എന്ന് നമ്മൾ പറയുന്ന അവരിൽപ്പെട്ട പ്രമുഖന്മാരായ ആളുകളെ മുഷാവറയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ് നിലവിലുള്ള രീതി അല്ലെങ്കിൽ ഭരണഘടന. അതനുസരിച്ച് തന്നെ ബാഫക്കി തങ്ങൾ മുഷാവറ മെമ്പറായിരുന്നു. പൂക്കോയ തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സാദാത്തുമാരൊക്കെ മുഷാവറ മെമ്പർമാരായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിന് ഒരു സാധൂകരണമുണ്ട്, ന്യായീകരണമുണ്ട് നമുക്ക് പറയാൻ കഴിയും.